കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇഡിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. ഫെമ ചട്ടലംഘനം കണ്ടെത്തി എന്നുള്ളതാണ് കാരണമായി പറയുന്നത്. കൂടാതെ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനും ഇതേ കിഫ്ബി ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇഡി നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനും ഒപ്പം തന്നെ ഈ കിഫ്ബിയുമായിട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇഡി നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇഡി നോട്ടീസ് നൽകിയത്. കിഫ്ബിയുടെ ചെയർമാനാണല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് കാരണം പറയുക തന്നെ വേണം. ഇത്രയും നാളും കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും മസാല ബോണ്ടിലും ഒക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ചില ന്യായീകരണങ്ങൾ മുന്നോട്ട് നിരത്തി മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഇങ്ങനെ ചാടിക്കളിച്ചിരുന്നു. പക്ഷെ ഇനി കാരണം കൃത്യമായി പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനം എന്നാണ് ഇഡി കണ്ടെത്തിയതിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അന്വേഷണത്തില് ഈ ഫെമ ചട്ടലംഘനം ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. കിഫ്ബി ഹാജരാക്കിയ രേഖകൾ അടക്കം പരിശോധിച്ചാണ് ഇഡിയുടെ നിർണായകമായിട്ടുള്ള നീക്കം നടന്നിരിക്കുന്നത്. അപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് പ്രതിനിധി വഴിയോ അല്ലെങ്കിൽ അഭിഭാഷകർ മുഖേന്ദ്രമോ വിശദീകരണം നൽകാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കുവാനുള്ള നടപടികൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പൂർത്തിയാക്കാൻ തീരുമാനിക്കുന്നത്. അതേസമയം ബോണ്ട് ഇറക്കി സമാഹരിച്ച 2150 കോടി രൂപയും കിഫ്ബി തിരിച്ചടച്ചിരുന്നു. മസാല ബോണ്ട് ഇറക്കിയ ആദ്യ സംസ്ഥാന ഏജൻസിയായിരുന്നു കിഫ്ബി എന്ന് പറയപ്പെടുന്നത്. അന്ന് വിഷയത്തിൽ തോമസ് ഐസക്കിന് ഇഡി നേരത്തെയും ഇതുപോലെ സമൻസ് അയക്കുകയുണ്ടായി. വിദേശ നിക്ഷേപകരിൽ നിന്നും പ്രാദേശിക കറൻസിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനുള്ള കടപ്പത്രങ്ങളാണ് ഈ മസാല ബോണ്ടുകൾ എന്ന് പറയപ്പെടുന്നത്. ആ മസാല ബോണ്ട് നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ഈ കിട്ടിയ നോട്ടീസിന് മുഖ്യമന്ത്രി ഉടൻ മറുപടി നൽകേണ്ടതുണ്ട്. 3 വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡി ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ സർക്കാരിന്റെ ഈ വാദഗതി എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. നിയമവിരുദ്ധമായിട്ട് ഇതുമായി ചേർന്ന് ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ മസാല ബോണ്ട് ഇടപാടിൽ എന്തിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് എന്ന് ചോദിച്ചാൽ അത് ഇഡിയുടെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് പലപ്പോഴും പിണറായി വിജയനും ഒപ്പം തന്നെ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കും ചെയ്യാറുള്ളത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ വാദം തള്ളിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ മസാല ബോണ്ടിൽ ക്രമക്കേടില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. മസാല ബോണ്ടിന്റെ പണം തിരിച്ച് നൽകിയതായിട്ടും അല്ലെങ്കിൽ തിരിച്ചടച്ചതായിട്ടും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇഡി അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മുഖ്യമന്ത്രി ഉടൻ മറുപടി നൽകേണ്ടതുണ്ട്. കാരണം അത്രയും കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾക്ക് ശേഷമാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രിക്ക് ഈ ഇത്തരത്തിലുള്ള നോട്ടീസ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ മുൻ മന്ത്രി തോമസ് ഐസക്കിനും മറ്റുള്ള ഉദ്യോഗസ്ഥർക്കുമൊക്കെ അങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. മസാല ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചതാണ് ചട്ടലംഘനമായിട്ട് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് 3 മാസം മുമ്പ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയത്. കിഫ്ബി ഹാജരാക്കിയ രേഖകൾ അടക്കം പരിശോധിച്ചാണ് ഇഡിയുടെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് ഞാൻ പറഞ്ഞതുപോലെ അഭിഭാഷകർ മുഖാന്തരം അവർക്ക് വിശദീകരണം നൽകേണ്ടതുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ 2019 കാലഘട്ടത്തിൽ 9.72% പലിശയിലാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപ സമാഹരിച്ചത് എന്നുള്ളത്. അത്തരത്തിൽ സമാഹരിച്ച പണം അത് മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ ഇഡി എത്തിയിരിക്കുന്നത്. അപ്പോൾ വിഷയത്തിൽ തോമസ് ഐസക്ക അടക്കമുള്ളവർ ഇതിന് മറുപടി നൽകേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും തോമസ് ഐസക്ക ഇഡിക്കെതിരെയൊക്കെ ശക്തമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഡിയുടെ അടുക്കലേക്ക് പോകില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ വിദേശ നിക്ഷേപകരിൽ നിന്ന് ഒപ്പം തന്നെ പ്രാദേശിക കറൻസിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനുള്ള കടപ്പത്രങ്ങളാണ് മസാല ബോണ്ടുകളായിട്ട് ഇവർ ഇറക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ പിണറായിക്കും തോമസ് ഐസക്കിനും ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇത്തരത്തിൽ നോട്ടീസ് നൽകുവാനുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നതും ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇതിനെ വലിയ ഗൂഢാലോചനയായാണ് മസാല ബോണ്ട് വിഷയത്തിൽ നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലും കുറച്ച് പലിശയ്ക്ക് കേരളത്തിൽ വായ്പ കിട്ടുമായിരുന്നു.
മസാല ബോണ്ട് അപകടമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്, അറിയാവുന്നതാണ്. ലാവ്ലിൻ കമ്പനിയുമായിട്ടുള്ള ഡീലാണ് അവിടെ നടന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ലാവ്ലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനത്തിന് ബോണ്ടുകൾ വിൽക്കുന്നത് ദുരൂഹമാണ് എന്ന് അന്ന് കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പണം സമാഹരിച്ചത്? അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ലാഭം ചിലർക്ക് ഇതുമായിട്ട് ലഭിച്ചിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തത് ഒരു ശരിയായ നടപടിയാണ്. പക്ഷേ ആർക്കാണോ ഇതിന്റെ സാമ്പത്തിക ലാഭം ലഭിച്ചവർ, ആ സാമ്പത്തിക ലാഭം ലഭിച്ചവർ അകത്തു പോകേണ്ടതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്കെടുക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള ഈ തീരുമാനം എന്ന് പറയപ്പെടുന്നത് കിഫ്ബി വിവാദത്തിൽ വല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഇഡിയുടെ ഇടപെടൽ എന്ന് പറയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മുൻ ധനമന്ത്രിയെയും ഒപ്പം തന്നെ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെയും അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്രതിപക്ഷം പറയുന്ന പോലെ ലാവ്ലിൻ കമ്പനിക്ക് കൊടുത്ത് ഷെയറുള്ള സ്ഥാപനത്തിലാണ് ഈ ബോണ്ടുകൾ വിൽക്കുന്നത് എന്നുള്ളതാണ് ദുരൂഹമാവുന്നത്. അത്തരത്തിൽ ലാവ്ലിൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പലപ്പോഴും പിണറായി വിജയൻ ഏകദേശം 39 വട്ടം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേസ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ലാവ്ലിൻ കേസിൽ. ആ ലാവ്ലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഈ മസാല ബോണ്ടുകൾ വിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുരൂഹമായ സാഹചര്യം. ആ ദുരൂഹമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? അത്തരത്തിൽ ബോണ്ടുകൾ വിറ്റിട്ടുണ്ടോ? അങ്ങനെ ലാവ്ലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനമാണോ ഇത്? അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഇതിന് പിന്നിൽ ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വലിയ സാമ്പത്തിക ലാഭം ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഇഡി കണ്ടെത്തുക തന്നെ ചെയ്യും. മിക്കവാറും ഈ പറയുന്നത് പോലെ ഇതിനകത്ത് ലാഭം നേടിയിട്ടുള്ള മഹാന്മാർ ആരാണെങ്കിലും, അത് മുഖ്യമന്ത്രിയാണെങ്കിലും മുൻ ധനമന്ത്രിയാണെങ്കിലും അല്ല, ഇതിനകത്തെ ഈ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥ വൃന്ദമാണെങ്കിലും ശരി, ആരാണെങ്കിലും ഇഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സാമ്പത്തിക ലാഭവും ഫെമ ചട്ടലംഘനവും നടത്തിയിട്ടുണ്ട് എങ്കിൽ അകത്തു പോകാൻ ഒരുങ്ങിക്കൊള്ളൂ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച